പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെ IAS ലെവലിലുള്ള ഉദ്യോഗസ്ഥരുടെ പരമോന്നത അധികാരിയാണ് ചീഫ് സെക്രട്ടറി. ചീഫ് സെക്രട്ടറിക്ക് കീഴിലാണ് കേരളത്തിലെ എല്ലാ IAS ഉദ്യോഗസ്ഥന്മാരും. ഒരു IAS ഉദ്യോഗസ്ഥന് തൻ്റെ ഔദ്യോഗിക കാലാവധിയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനമായി ആഗ്രഹിക്കാവുന്ന പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ഥാനമാണ് ചീഫ് സെക്രട്ടറി. ഒരു IPS ഉദ്യോഗസ്ഥന്മാർക്ക് എത്താവുന്ന ഏറ്റവും വലിയ സ്ഥാനം DGP ആണ് എന്നുള്ളതുപോലെ IAS ഉദ്യോഗസ്ഥന്മാർക്ക് എത്താവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ചീഫ് സെക്രട്ടറി. സുഹൃത്തുക്കളെ, ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് കേരളത്തിൽ ഒട്ടേറെ മുതിർന്ന IAS ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ട്. കളങ്കരഹിതമായി ചീഫ് സെക്രട്ടറി സ്ഥാനത്തിരുന്ന ഒട്ടേറെ IAS ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആരോപണ വിധേയരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും ചീഫ് സെക്രട്ടറിയായി ഇരുന്ന് റിട്ടയർ ചെയ്തിട്ടുണ്ട്. അവരുടെ പേര് വിവരങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്നാൽ കേരളത്തിലെ എനിക്കൊന്ന് സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ചീഫ് സെക്രട്ടറി സ്ഥാനത്തിരുന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ആരെ നമ്മളൊന്നെടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ UDF സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന A. ജയതിലക് എന്ന ഉദ്യോഗസ്ഥനോളം അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു ചീഫ് സെക്രട്ടറി ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് ഗുരുതരമായിട്ടുള്ള ഒട്ടനവധി ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരു ചീഫ് സെക്രട്ടറിയാണ് ഈ A. ജയതിലക് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ UDF സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഈ ഉദ്യോഗസ്ഥൻ. ഞാൻ ഇന്ന് ഈ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്യാമോ, എനിക്കൊന്നൊരു 3-4 വീഡിയോകൾ ഞാൻ ഈ പരമ്പരയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനിൽ ബോസ് എന്ന് പറഞ്ഞൊരു പൊതുപ്രവർത്തകൻ പിണറായി സർക്കാരിൻ്റെ കാലത്ത് വിജിലൻസിന് ഒരു പരാതി കൊടുത്തിരുന്നു. അതിനകത്ത് വിജിലൻസ് അനങ്ങാതിരുന്നതിനെ തുടർന്ന് അരങ്ങാമ്പാറ നയം സ്വീകരിച്ചതിനെ തുടർന്ന് ഇപ്പോഴത്തെ പുതിയ UDF സർക്കാരിനും ഈ ജയതിലക് എന്ന് പറഞ്ഞിട്ടുള്ള ചീഫ് സെക്രട്ടറിക്കെതിരെ അനിൽ ബോസ് എന്ന് പറഞ്ഞ പൊതുപ്രവർത്തകൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശന് ഒരു പരാതി കൊടുത്തിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. സുഹൃത്തുക്കളെ, ഈ ആരോപണ വിധേയനായിട്ടുള്ള ഈ അധമനായിട്ടുള്ള ഈ നരാധമനായിട്ടുള്ള ഈ ഉദ്യോഗസ്ഥൻ പിണറായി സർക്കാരിലെ പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ഏറാൻ മൂളികളിൽ ഒരാളായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഏറാൻ മൂളി ഡോക്ടർ KM എബ്രഹാം എന്ന് പറഞ്ഞ കിഫ്ബിയുടെ ചെയർമാനൊക്കെ ആയിരുന്നു. അയാൾ റിട്ടയർ ചെയ്ത് കാലിൻ്റെ വാലും ചുരുട്ടി അയാൾ ഓടിപ്പോയി. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ വത്സല വിശ്വസ്ത വിനീത വിധേയനും ഏറാൻ മൂളിയും പിട്ടൻ താങ്ങിയുമായിട്ടുള്ള ഉദ്യോഗസ്ഥനായിരുന്നു A. ജയതിലക്. പിണറായി വിജയന് എല്ലാത്തരം സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും പിണറായി വിജയൻ്റെ മകളെ ഉൾപ്പെടെ ഈ മാസപ്പടി കേസിൽ ടാക്സിൻ്റെ സെക്രട്ടറി ആയിരുന്നപ്പോൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും പിണറായി വിജയൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ KM എബ്രഹാമിനോടൊപ്പം തന്നെ ചുക്കാൻ പിടിക്കുകയും ചെയ്ത പിണറായി വിജയൻ്റെ ഏറ്റവും വത്സല വിശ്വസ്ത വിനീത വിധേയനായിരുന്നു ഈ A. ജയതിലക്. ഇയാൾക്ക് ഈ പുതിയ ഗവൺമെൻറ് വരുമ്പോൾ അയാൾക്കെതിരെ വല്ല അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നുള്ള ഭയപ്പാട് അയാൾക്കുണ്ടായിരുന്നതുകൊണ്ട് അയാൾ പിണറായി സർക്കാർ ഇരുന്ന സമയത്ത് തന്നെ അയാളുടെ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേപ്പറുകളെല്ലാം അയാൾ ശരിയാക്കി റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും അയാൾക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ പെൻഷൻ കിട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ അയാൾ ഏർപ്പാടാക്കി. സ്വാഭാവികമായും പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇയാൾക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും ഇയാൾ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുമെന്നും ജനങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ സംഭവിച്ചെന്താ സുഹൃത്തുക്കളെ? സംഭവിച്ചത് അയാളുടെ ദേഹത്ത് ഒരു രോമം പോലും അയാളെ തൊടാൻ കഴിയാതെ അയാൾ പിണറായി സർക്കാരിൻ്റെ കാലത്ത് എത്ര അധികാരിയായി തുടർന്നിരുന്നോ അത്രയും അധികാരത്തോടുകൂടി നിർഭാഗ്യവശാൽ പുതിയ സർക്കാരിൻ്റെ കാലത്തും അയാൾ തുടരുകയാണ്. പുതിയ സർക്കാർ നടത്തുന്ന IAS ഉദ്യോഗസ്ഥ പുനർവിന്യാസത്തിലൊക്കെ അയാൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അയാൾക്കെതിരെ ഒരു പിടി ആരോപണങ്ങളുണ്ടെങ്കിലും ഒരു അച്ചടക്ക നടപടിയെക്കുറിച്ചും പുതിയ സർക്കാർ ആലോചിക്കുന്നില്ല എന്നും അയാളെ ചേർത്ത് നിർത്തുകയാണ് എന്നുമാണ് വിവരങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ 30-ാം തീയതി അദ്ദേഹം റിട്ടയർ ചെയ്തു പോകുന്നതുവരെ അദ്ദേഹത്തിനെ തൊടാൻ ആർക്കും കഴിയാത്ത നിലയിലുള്ള ഒരു അധികാരിയായി നിർഭാഗ്യവശാൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തും അയാൾ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ ഈ ഉദ്യോഗസ്ഥൻ്റെ വിവിധ തരത്തിലുള്ള നീചവും അധമവും അധാർമികമായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാനൊരു 2-3 വീഡിയോകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആണിപ്പോൾ മുതിർന്നത്. ഞാനിതിനു മുമ്പ് എനിക്കൊന്ന് കുറച്ച് ആളുകൾക്ക് മുമ്പ് പൊതുവിലൊരു വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു 2-3 ഭാഗങ്ങളായുള്ള വീഡിയോകൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്കറിയാം എൻ പ്രശാന്ത് എന്ന് പറഞ്ഞൊരു IAS ഉദ്യോഗസ്ഥനുണ്ട്. IAS ഉദ്യോഗസ്ഥനെ ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഡോക്ടർ B. അശോകനോടൊപ്പം സർവീസിൽ തിരിച്ചെടുത്തത്. ആ പ്രശാന്ത് എന്ന് പറഞ്ഞ IAS ഉദ്യോഗസ്ഥനെതിരെ ഏതാണ്ട് 7-8ഓളം അച്ചടക്ക നടപടികൾ ഏറ്റവും നീചമായി എടുത്ത ഒരു IAS ഉദ്യോഗസ്ഥനാണ് ഇയാൾ. എന്നിട്ട് ആ പ്രശാന്തിനെ താൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തിരിച്ചെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയൊക്കെ മുമ്പിൽ പോയി പൊട്ടിക്കരയുകയാണ് ഈ വൃത്തികെട്ട മനുഷ്യൻ ചെയ്യുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇയാൾ ആരാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, ഇയാളെക്കുറിച്ചൊരു കൃത്യമായ ചിത്രം കിട്ടുന്നതിന് വേണ്ടി, ഇയാൾ എത്ര അധമനും നരാധമനുമായിട്ടുള്ള ഒരു ആളാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാനൊരു 2-3 വീഡിയോകൾ അടങ്ങുന്ന ഒരു പരമ്പരയ്ക്ക് ഞാൻ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഈ ജയതിലകനെ കുറിച്ച്. അദ്ദേഹം ഇപ്പോഴും ചീഫ് സെക്രട്ടറി ആകുന്നതിനുള്ള എൻ്റെ ഒരു പ്രതിഷേധമായിട്ട് കൂടി പ്രേക്ഷകർ ഈ വീഡിയോകളെ കാണണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. സുഹൃത്തുക്കളെ, ആ പരമ്പരയിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഇയാളുടെ മുൻ ഭാര്യയും ഇയാളുടെ ആദ്യ ഭാര്യയും സംസ്ഥാന സർക്കാരിലെ എനിക്കൊന്ന് റിട്ടയർ ചെയ്യുമെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ അധികാരത്തിൽ ഇപ്പോൾ അവരുടെ ജോലിയിലുണ്ടോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ഉന്നത IAS ഉദ്യോഗസ്ഥയുമായിട്ടുള്ള ഒരു വനിത, അവരുടെ പേര് ഞാനിവിടെ പറയുന്നില്ല, അവരോട് ഈ ജയതിലക എന്ന് പറയുന്ന ഈ മനുഷ്യൻ ചെയ്ത ഏറ്റവും അധമമായിട്ടുള്ള ഒരു പ്രവൃത്തി എൻ്റെ പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഇയാൾ 1989 തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS എടുത്തു. 1991 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം മുസൂറി അക്കാദമിയിൽ വെച്ച് പരിചയപ്പെട്ട അതേ ബാച്ചിലെ തന്നെ ഒറീസക്കാരിയായിട്ടുള്ള ഒരു IAS ഉദ്യോഗസ്ഥയാണ് അയാൾ വിവാഹം കഴിച്ചത്. അവരുമായിട്ട് പിന്നെ വർഷങ്ങൾക്ക് ശേഷം അയാൾ വിവാഹമോചിതനായി. പക്ഷേ അതിനു മുമ്പ് അയാൾക്ക് ഈ ഉന്നത ഉദ്യോഗസ്ഥരായിട്ടുള്ള IAS ഉദ്യോഗസ്ഥയിൽ 2 മക്കളുണ്ട്. അവർ അമേരിക്കയിൽ പഠനം പൂർത്തിയാക്കി അവിടെ സ്ഥിരതാമസമാക്കിയിട്ടുള്ളതാണ്. അതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. സുഹൃത്തുക്കളെ, ഇയാളുടെ ആദ്യത്തെ ഈ ഭാര്യയായിട്ടുള്ള ഈ IAS ഉദ്യോഗസ്ഥരും മുതിർന്ന IAS ഉദ്യോഗസ്ഥരും ചെയ്ത നീചമായിട്ടുള്ള പ്രവർത്തനം എന്താണെന്നറിയാമോ? അതാണ് ഇനി ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. അയാളുടെ ആദ്യ ഭാര്യ ഈ IAS ഉദ്യോഗസ്ഥ, അവർ കേന്ദ്ര സർക്കാരിൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ചുമതലയുള്ള ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് അവർ പ്രവർത്തിക്കുന്ന കാലം. അന്ന് അവരുടെ ഭർത്താവാണ് ഈ ജയതിലക്. അന്ന് അവർക്ക് ഇന്ത്യ ഒട്ടാകെ നടന്നിരുന്ന റൂസ എന്ന ഒരു കേന്ദ്ര പദ്ധതിയുടെ ചുമതല ഉണ്ടായിരുന്നു. ആ ചുമതല ഇരുന്നു കൊണ്ടാണ് അവർ കേന്ദ്ര ഗവൺമെൻറ്റിൽ ജോയിൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. സുഹൃത്തുക്കളെ, ഈ ചുമതലയുടെ കണക്കുകളും ഓഡിറ്റുകളും ഒക്കെ കൈകാര്യം ചെയ്തിരുന്നത് മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ ഒരു പ്രൊഫസറായിരുന്നു. അയാളാണ് ഇതിൻ്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്. ആ റൂസ എന്ന് പറഞ്ഞ പദ്ധതിയുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ഈ ഉന്നത IAS ഉദ്യോഗസ്ഥ, ഈ ജയതിലകൻ്റെ ഭാര്യ, തൻ്റെ മക്കൾക്ക് അമേരിക്കയിൽ പോയി തിരിച്ചു വരാനുള്ള ടിക്കറ്റുകൾ ഏർപ്പാടാക്കിയെന്നും ആ പണം ഈ പദ്ധതിയിലേക്ക് തിരിച്ചയച്ചില്ല എന്നുമുള്ള പരാതി അവർ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു ഊമക്കത്തായി ലഭിക്കുകയും അതിനെക്കുറിച്ച് കേന്ദ്ര സാമ്പത്തിക വകുപ്പ് ഓഡിറ്റും അന്വേഷണങ്ങളുമൊക്കെ ആരംഭിക്കുകയും ചെയ്തു. അവരവിടെ ഇരിക്കുമ്പോൾ ഒരു ഊമക്കത്തായിട്ടാണ് ഈ പരാതി ലഭിച്ചത്. അപ്പോൾ അതിൻ്റെ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പരാതി ഊമക്കത്തായി ലഭിക്കുന്നതിന് പുറകിൽ പ്രവർത്തിച്ചത് ഈ ജയതിലകാണ് എന്നുള്ള ആരോപണമാണ് ഉയർന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അവർ ഊമക്കത്തായിട്ടാണ് ലഭിച്ചെന്നുള്ള ആരോപണമുണ്ട്. ഇനി ഏറ്റവും വലിയ തമാശ എന്താണെന്ന് ചോദിച്ചാൽ, അവരെ ഈ പദ്ധതിയുടെ അക്കൗണ്ടിൽ നിന്നും ഈ ടിക്കറ്റുകൾ എടുക്കാൻ വേണ്ടി, അതായത് മക്കൾക്ക് അമേരിക്കയിൽ പോയി വരാനുള്ള ടിക്കറ്റുകൾ ഈ പദ്ധതിയിൽ നിന്ന് എടുക്കാൻ അവരെ പ്രേരിപ്പിച്ചത് അവരുടെ അന്ന് ഭർത്താവായിരുന്ന ജയതിലക് തന്നെയായിരുന്നു. ഓർക്കണം. അപ്പോൾ അവർ റൂസ എന്ന് പറഞ്ഞ പദ്ധതിയിൽ പ്രവർത്തിക്കുകയായിരുന്നു. അതിൻ്റെ ഫണ്ടിൽ നിന്ന് പണം ഇവരുടെ മക്കൾക്ക് അമേരിക്കയിൽ പോയി വരാനുള്ള ടിക്കറ്റ് എടുക്കാൻ അവരുടെ ഭർത്താവായിട്ടുള്ള ജയതിലക് പ്രേരിപ്പിക്കുന്നു.
അങ്ങനെ അവർ ആ ടിക്കറ്റ് എടുക്കുന്നു. ആ ടിക്കറ്റ് എടുക്കുന്നതിനെ തുടർന്ന് അതൊരു ഊമക്കത്തായി കേന്ദ്ര ഗവൺമെൻറ് ലഭിക്കുന്നു. അതിന് പുറകിലും ഇയാൾ തന്നെ പ്രവർത്തിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അവരെ ഈ ടിക്കറ്റുകൾ യഥാർത്ഥത്തിൽ അവർ ഇതിൽ നിന്ന് ഇയാളുടെ പ്രേരണ പ്രകാരം ഈ ടിക്കറ്റുകൾ എടുക്കുകയും അത് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അക്കൗണ്ടിൽ അവർ തിരിച്ചടയ്ക്കുകയും ചെയ്തതാണ്. എന്നാലും ഇതൊരു സാങ്കേതികമായിട്ടുള്ളൊരു സാമ്പത്തിക തിരിമറിയായി കണ്ടുകൊണ്ട് ഈ കേന്ദ്ര ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണം ആരംഭിച്ച് ശിക്ഷാ നടപടി എടുക്കുന്നതിലേക്കൊക്കെ പോയി. അത് പിന്നീട് എങ്ങനെ അവസാനിച്ചു എന്നറിയില്ല. എന്തായാലും ഇതിനെ തുടർന്ന് അവർക്ക് ചീഫ് സെക്രട്ടറി ഗ്രേഡിലേക്കുള്ള പ്രമോഷൻ കേന്ദ്ര സർക്കാർ ഇടപെട്ട് മരവിപ്പിക്കുകയും അവർക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിൽ നിന്ന് വിരമിച്ചു പോവുകയും ചെയ്യേണ്ടി വന്നു. യഥാർത്ഥത്തിൽ ഈ സമയത്ത് ഈ ജയതിലകൻ ഇവരുടെ ഭാര്യയോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി അവരുടെ ഔദ്യോഗിക കരിയർ പോലും തകർത്തെറിഞ്ഞ ഒരു അധമനാണ് ഇയാൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. തൻ്റെ ഭാര്യയാണിവർ. ഭാര്യയായിട്ടിരിക്കുന്ന സമയത്ത് അയാൾ ഭാര്യയോട് പറയുന്നു, നിങ്ങൾ ഈ പദ്ധതിയിൽ നിന്ന് പണമെടുത്ത് നിങ്ങളുടെ മക്കൾക്ക് ടിക്കറ്റ് എടുത്ത് പോകൂ എന്ന് പറയുന്നു. ഇയാൾ പറയുന്നത് കേട്ട് ആ ടിക്കറ്റ് എടുക്കുന്നു. അതിനുശേഷം അവർ ആ പണം തിരിച്ചടയ്ക്കുന്നു. സാങ്കേതികമായിട്ട് അത് വേണ്ട തെറ്റാണെന്ന് ചോദിച്ചാൽ തെറ്റാണെന്ന് പറയാം. അങ്ങനെ തിരിച്ചടച്ചതിനെ തുടർന്ന് ഈ വിഷയം അയാളുടെ ഭർത്താവ്, അതായത് അവരുടെ ഭർത്താവ്, അതായത് ആ ഉദ്യോഗസ്ഥയെ ഈ പദ്ധതിയിൽ നിന്ന് പണമെടുക്കാൻ പ്രേരിപ്പിച്ച അതേ ആൾ തന്നെ ഇത് ഒരു ഊമക്കത്തായി കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് അയപ്പിക്കുകയും അത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതിനുള്ള പിന്നാമ്പുറ പ്രവർത്തനങ്ങൾ നടത്തുകയും അവരുടെ ഔദ്യോഗിക കരിയർ നശിപ്പിക്കുകയും അവർക്ക് ചീഫ് സെക്രട്ടറി റാങ്കിലേക്ക് വരാനുള്ള ആ സാധ്യത ഇല്ലാതാക്കുകയും അവർ അവസാനം പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിൽ നിന്ന് അവർ റിട്ടയർ ചെയ്ത് പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു. ഇത്ര ഒരു അധമനാണ് ഇയാൾ എന്നാലോചിച്ച് നോക്കുക. സ്വന്തം ഭാര്യയെ കൂടെ നിന്ന് അവരെ വഞ്ചിച്ച് അവരുടെ ഔദ്യോഗിക കരാർ തല്ലി തകർത്ത് അവരെ ഇല്ലാതാക്കിയ ഒരു അധമനാണ് ഇയാൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് എനിക്ക് ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. ഈ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, ഇയാൾ കുറേ കാലം കഴിഞ്ഞിട്ട് ഈ വനിതയുമായിട്ട് ഈ IAS ഉദ്യോഗസ്ഥരായിട്ടുള്ള വനിതയുമായിട്ട് വിവാഹമോചനം നേടി അയാൾ വേറൊരു വനിതയെ വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിച്ച വനിതയുമായി വിവാഹം കഴിച്ച ഒരു വിധവയായിരുന്നു ആ സ്ത്രീ. ആ സ്ത്രീക്കും ആ സ്ത്രീയുടെ മകൾക്കും വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അയാൾ സർക്കാർ ചെലവിൽ ചെയ്തു കൊടുത്തിട്ടുള്ള ആനുകൂല്യങ്ങൾ, അനധികൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, സ്ത്രീകളുമായിട്ടുള്ള ലീലാവിലാസങ്ങൾ, ഇതൊക്കെ ആയിരിക്കും ഞാൻ അടുത്ത വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി എനിക്ക് പങ്കുവെക്കാൻ ഉള്ളത്.